മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റഹിമഹുല്ലാ ഹാറൂനുർ റഷീദ് ഇസ്ലാമിന്റെ കിരീടവും ചെങ്കോലും അടക്കിവാണിരുന്ന കാലം, ഇസ്ലാമിക ഖിലാഫത്തിന് അത്രമേൽ പ്രവിശാലത മറ്റൊരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. അത്രമേൽ ഇസ്ലാമിന്റെ അധികാരവും രാഷ്ട്രീയവും വളർന്ന കാലഘട്ടം. മഴമേഘങ്ങൾ പെയ്യാനിരിക്കുന്ന മഴമേഘങ്ങൾ നോക്കി ഹാറൂൻ പറയാറുണ്ടായിരുന്നു എന്നാണ് ഹാറൂനുർ റഷീദ്. മഴമേഘങ്ങളെ നിങ്ങൾ എവിടെ പെയ്തിറങ്ങിയാലും ആ ഭൂമിയിൽ വന്ന് അവിടുത്തെ നികുതി പിരിക്കും ഹാറൂനിന്റെ സൈനികർ എന്ന അഭിമാനത്തോടുകൂടി പറയാറുണ്ടായിരുന്നു. അത്രമേൽ ഇസ്ലാമിക സാമ്രാജ്യം പ്രവിശാലമായ ഹാറൂനുർ റഷീദിന്റെ ഭരണകാലഘട്ടത്തിൽ ഒരു ദീർഘയാത്രയ്ക്ക് ശേഷം അദ്ദേഹം തന്റെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക്, കൊട്ടാരത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ആളുകളില്ല, പരിവാരങ്ങളില്ല, അംഗരക്ഷകരില്ല, അനുയായികളില്ല. ഹാറൂനുർ റഷീദിന്റെ ഉമ്മ, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ, കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ നിന്ന് തെരുവീതിയിലേക്ക് കണ്ണുവായിക്കുകയാണ്. അത് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ ഉയരുന്നു, ജനങ്ങൾ തടിച്ചുകൂടുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർ വിളിച്ചു ചോദിച്ചു. ഹാറൂനിന്റെ അംഗരക്ഷകന്മാർ പറഞ്ഞു, അതാ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റഹിമഹുല്ലാ, അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം അവിടെ ആളുകൾക്ക് ദീൻ പഠിപ്പിക്കാൻ എത്തിയതാണ്. അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ജനങ്ങളുടെ ആരവമാണത്. ഹാറൂനിനെ, ആ മഹാനായ ഭരണാധികാരി ആളുകൾ മറന്നുപോയി. ഇത് കണ്ടിട്ട് ഹാറൂനുർ റഷീദിന്റെ ഉമ്മ, അതല്ലെങ്കിൽ ഭാര്യ, അവർ പറഞ്ഞു വന്നു, ഹാദൽ മുൽക്ക് ലാ മുൽക ഹാറൂനുർ റഷീദ്, അതാണ് രാജാധിപത്യം. ഹാറൂനുർ റഷീദ് കുതിരപ്പടയാളികളെ കൊണ്ടും ചാട്ട കൊണ്ടും സൈനികരെ കൊണ്ടും യുദ്ധം ചെയ്ത് പിടിച്ചെടുത്ത അധികാരവും സാമ്രാജ്യത്വവുമല്ല യഥാർത്ഥ അധികാരം. ഒരു പ്രയാസവും സഹിക്കാതെ അള്ളാഹു ജനങ്ങൾക്കിടയിൽ നൽകിയ സ്വീകാര്യത, ഇൽമു കൊണ്ട് ലഭിച്ച ഔന്നിത്യം, അതിനേക്കാൾ വലിയ രാജാധികാരം പകർന്നു നൽകിയ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക്കിന്റേതാണ് യഥാർത്ഥ രാജാധികാരം എന്ന് അവർ പറഞ്ഞുപോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമുള്ളവർക്ക്, ഈമാനുള്ളവർക്ക് ഇങ്ങനെ ഔന്നിത്യം നൽകുമെന്നാണ്. ദുനിയാവിൽ തന്നെ എത്ര 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 കഥകൾ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ, സലഫു സ്വാലിഹീങ്ങളുടെ, ഈ ഇമ്മത്തിന്റെ കഥകൾ നിങ്ങൾ വായിച്ചു നോക്കൂ. നമ്മുടെ മക്കൾക്ക് അത് ഓതിക്കൊടുക്കൂ. അള്ളാഹുവിന്റെ മുമ്പിൽ ഒരിക്കൽ പോലും സുജൂദ് ചെയ്യാത്ത, തന്റെ റബ്ബിലേക്ക് ഒരിക്കൽ പോലും കരങ്ങൾ ഉയർത്താത്ത, ദുനിയാവിന് വേണ്ടി ജീവിച്ചു മരിക്കുന്ന, ഇവിടുത്തെ ഏറ്റവും താന്തോന്നികളായിട്ടുള്ള അഭിനേതാക്കളും അതുപോലെ തന്നെ കളിക്കാരും സെലിബ്രിറ്റികളും അതുപോലെ തന്നെ ഇവിടുത്തെ സ്ഥാനീയരും ഭൗതികന്മാരും സമ്പന്നരും, ഇവരുടെ ചരിതങ്ങളും അവരുടെ കഥകളും അവരുടെ കഥനങ്ങളും നമ്മൾ ഓർക്കുകയും പറയുകയും അയവർക്കുകയും ചെയ്യുന്നിടത്ത് നമ്മുടെ മുൻഗാമികളുടെ ചരിത്രം നമുക്ക് നൽകുന്ന ആത്മീയമായ ഈമാനികമായ വളർച്ച എത്രയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് നമ്മൾ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ കൊത്തിവെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും ഈമാനുള്ളവർക്ക് നൽകുന്ന സ്ഥാനം അത് ചില്ലറയല്ല.